السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تاب قبل أن تطلع الشمس من مغربها تاب الله عليه. റവാഹു മുസ്ലിം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഹദീസ് ക്ലാസ്സിൽ തൗബയുമായി അഥവാ പശ്ചാത്താപവുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സഹാബികളിൽപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ വചനം നമ്മൾക്ക് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി എന്നായിരുന്നു. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ അബ്ദുഷംസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഹിജ്റ 7-ാം വർഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. പരമദരിദ്രനും കച്ചവടമോ അതല്ലെങ്കിൽ കൃഷിയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും പ്രവാചകൻ്റെ കൂടെ ജീവിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം പഠിക്കുകയും കേൾക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അക്കാര്യം അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആളുകളും ചോദിക്കുന്നത് അല്പകാലം കൊണ്ട് അബൂ ഹുറൈറ ഇത്രയധികം ഹദീസുകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന്. എനിക്ക് കൃഷിയോ കച്ചവടമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്വഹാബികളും അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്കും കച്ചവടത്തിനു വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ താമസിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പ്രവാചകൻ്റെ വചനങ്ങൾ കൂടുതലായി നിവേദനം ചെയ്യാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ നബി വചനത്തിൽ തൗബയുമായി ബന്ധപ്പെട്ടാണ് പ്രതിപാദിക്കുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ അധർമ്മങ്ങളിൽ നിന്ന് ഉള്ള മനുഷ്യൻ്റെ അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്, തിരിച്ചുവരവാണ് തൗബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ മനുഷ്യജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു നബിവചനമാണിത്. കാരണം മനുഷ്യൻ്റെ പ്രകൃതി തന്നെ അവൻ തെറ്റും ശരിയും ചെയ്യുന്നവനാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന അത്തവാബുൻ. എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, പാപം ചെയ്യാത്തവരായി ഒരാളും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പാപം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ അവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മനുഷ്യർക്കുള്ള, അവൻ്റെ അടിമകൾക്കുള്ള ഒരു ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. കാരണം വിശ്വാസികളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പോലും ഖുർആൻ പറഞ്ഞത് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നവരാണ് എന്നാണ്. ഇപ്പറഞ്ഞതിൽ നിന്ന് വിശ്വാസികൾ പോലും അവരുടെ ജീവിതത്തിൽ തെറ്റുകളും അപരാധങ്ങളും സംഭവിക്കാമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവരായി മലക്കുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരല്ല മനുഷ്യർ, അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. വഴിതെറ്റിക്കുവാനും വഴി പിഴപ്പിക്കുവാനും അവൻ്റെ മുമ്പിൽ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ തെറ്റ് ഒരു മനുഷ്യനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ എന്നും പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്നാണ്. കാരണം അള്ളാഹു ആണ് അവൻ്റെ സൃഷ്ടാവ്. അവൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച്, അവൻ്റെ പ്രകൃതിയെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അധികം അറിയുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് അള്ളാഹു തൗബ ഏർപ്പെടുത്തിയത്. ഈ തൗബ മനുഷ്യ ജീവിതത്തിൽ പുലർന്നു കാണേണ്ട ഒരു വലിയ ആശയമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ്
തൂബു ഇലല്ലാഹ് വ ഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത മറ. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു എന്ന്. അഥവാ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് തൗബ, അല്ലെങ്കിൽ എന്താണ് മനുഷ്യന് തൗബക്കുള്ള ആവശ്യം എന്താണ്? കാരണം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ തെറ്റുകളിൽ നിന്ന്, അതേപോലെ തന്നെ കുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് തൗബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൗബ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ അള്ളാഹുവിന് അതിരറ്റ സന്തോഷമാണ് ഉണ്ടാവുക. ഏതാണ് ഈ സന്തോഷമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഒരു ഉപമയിലൂടെ ഒരിക്കൽ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. നബി തിരുമേനി പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ആ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ അയാൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. ക്ഷീണത്തിൻ്റെ ആധിക്യം കാരണം അയാൾ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ അയാളുടെ വാഹനത്തെ കാണാനില്ല. ആ വാഹനപ്പുറത്താണ് അയാൾക്ക് കുടിക്കാനുള്ള വെള്ളം, അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം തൻ്റെ വാഹനപ്പുറത്താണ്. ആ വാഹനത്തെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ മരുഭൂമിയിൽ ഇനി ഒരാളെയും സഹായത്തിന് കിട്ടുകയില്ല. അപ്പോൾ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇവിടെ കിടന്ന് എനിക്ക് മരിക്കാം, ഈ മരണം തന്നെയാണ് ഇനി ശരണം, കാരണം ഒരാളും രക്ഷപ്പെടുത്താനില്ല, അതല്ലെങ്കിൽ എനിക്കൊരു വാഹനം പോലും എനിക്ക് കിട്ടാനില്ല. അങ്ങനെ അയാൾ വീണ്ടും അവിടെ ഇരുന്നു. വീണ്ടും അയാൾ ഉറങ്ങിപ്പോയി. പിന്നീട് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അയാളുടെ മുമ്പിൽ അതാ നഷ്ടപ്പെട്ടിരിക്കുന്ന അയാളുടെ വാഹനം, നഷ്ടപ്പെട്ടിരിക്കുന്ന അയാളുടെ ഭക്ഷണം. അങ്ങനെ ആ ഒട്ടകത്തെയും തൻ്റെ വാഹനത്തെയും തൻ്റെ ഭക്ഷണത്തെയും എല്ലാം അദ്ദേഹം കണ്ടപ്പോൾ അതിരറ്റ് സന്തോഷമുണ്ടായി എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ മുറുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. നബി തിരുമേനി പറയുന്നത്, ആ ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ യജമാനനുമാകുന്നു. സന്തോഷത്തിന്റെ ആധിക്യം കാരണം അയാളുടെ വാക്കുകളിൽ പോലും തെറ്റ് സംഭവിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മനോഹരമായ ഉപമ, ഈ മനോഹരമായ ഒരു കഥ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആ മനുഷ്യനുണ്ടായ സന്തോഷം എത്രമാത്രം വലുതാണ്. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു മനുഷ്യൻ, ഒരു ദാസൻ തൻ്റെ രക്ഷിതാവിനോട്, അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് പഠിപ്പിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പറഞ്ഞത്. ചരിത്രങ്ങളിൽ എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ വളരെ പുരാതനമായ ഒരു ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി എന്താണ് വിശുദ്ധ ഖുർആൻ ആ വചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്? ആ കിടങ്ങിന്റെ ആളുകൾ നശിച്ചു പോകട്ടെ. കാരണം എന്താണ് ആ ആളുകൾ ചെയ്തതെന്നോ? ആ നാട്ടിലുണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ വിശ്വാസികളെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി, വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി, അതിൽ തീയിട്ട് ആ അഗ്നികുണ്ഡത്തിലേക്ക് വിശ്വാസികളായ ആളുകളെ ചാടുവാൻ അവർ നിർബന്ധിക്കുകയായിരുന്നു. വിശ്വാസത്തിൽ നിന്ന് പിന്മാറാത്തവരൊക്കെ ഈ അഗ്നികുണ്ഡത്തിൽ ചാടി മരിക്കണമെന്ന് അവർ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ നശിച്ചു പോകട്ടെ എന്ന്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. ഇത്രയും കഠോരമായ ശിക്ഷ, അല്ലെങ്കിൽ ഇത്രയും കടുത്ത പീഡനങ്ങൾക്ക് വിശ്വാസികളായ ആളുകളെ ഇരയാക്കിയ ആ അക്രമികളായ ആളുകൾ, ആ അക്രമികളെ കുറിച്ച് അല്ലാഹു പറയുന്നത്, അവർ അങ്ങനെയൊക്കെ വിശ്വാസികളെ പരീക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും അപായപ്പെടുത്തുകയും ചെയ്തെങ്കിലും പക്ഷേ സുമ്മലം യതൂബു, അവർ തൗബ ചെയ്തില്ല, അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫലഹും അദാബുൽ ജഹന്നം ഫലഹും അദാബുൽ ഹരീഖ്, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും, അവർക്ക് ജ്വലിക്കുന്ന നരകാഗ്നിയുണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉൻദുറു ഇലൽ ജൗദി ഇലാ ജൗദില്ലാഹി വകറമിഹി, ഉൻദുറു ഇലാ ജൗദില്ലാഹി വകറമിഹി വഹും ഖതലു ഔലിയാഅഹു
സുമ്മ യദൂഹും ഇല തൗബതി വൽ മഗ്ഫിറ. നോക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ ആ മാന്യമായ നിലപാടിലേക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കാരണം അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയാണ് കൊന്നൊടുക്കിയത്, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയാണ് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞത്. പക്ഷെ എന്നിട്ടും അള്ളാഹു അവരെ തൗബയിലേക്കും പശ്ചാത്താപത്തിലേക്കും ക്ഷണിക്കുന്നതായിട്ട് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്. തീർച്ചയായിട്ടും അത്രയും വലിയ പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു. എത്ര വലിയ പാപമാണെങ്കിലും എത്ര അധികം പാപമാണെങ്കിലും അള്ളാഹു അതൊക്കെ സ്വീകരിക്കുവാനും അതൊക്കെ ഏറ്റെടുക്കുവാനും അവന് പശ്ചാത്താപം കൊടുക്കുവാനും അള്ളാഹുവിന് കഴിവുണ്ട്. കാരണം അവൻ മനുഷ്യരുടെ സൃഷ്ടാവാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു പറയുന്നതായി ഖുദ്സിയായ ഒരു ഹദീസിൽ പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. യഖൂലുല്ലാഹു തബാറക വ തആല യാ ഇബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാഇ സുമ്മ സ്തഗ്ഫർതനി ഗഫർതു ലക. അല്ലാഹു പറയുന്നത് എന്താണ്? ഏ മനുഷ്യ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടുവോളം എന്ന് പറഞ്ഞാൽ ആകാശത്ത് അത്രയും പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും സുമ്മ സ്തഗ്ഫർതനി, നീ എന്നോട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ, നീ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണെങ്കിൽ ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരും, മറ്റൊന്നും ഞാൻ പരിഗണിക്കുകയില്ല. എന്താണ് നിന്റെ തെറ്റെന്നോ അല്ലെങ്കിൽ എത്രമാത്രം അധികമാണ് നിന്റെ തെറ്റെന്നോ ഒന്നും ഞാൻ പരിഗണിക്കുകയില്ല. ഇതാണ് അള്ളാഹു, അല്ലെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ തൗബ, അതാണ് അള്ളാഹുവിന്റെ പശ്ചാത്താപം. അതാണ് ആ പശ്ചാത്താപം അള്ളാഹു മനുഷ്യർക്ക് നൽകുകയാണ്. തീർച്ചയായിട്ടും അത് അള്ളാഹുവിന്റെ മനുഷ്യർക്കുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് മാത്രമല്ല, ആ മനുഷ്യർ അള്ളാഹുവിനോട് തൗബ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്രമികളായ ആളുകൾ, തീർച്ചയായിട്ടും ഒരു കവി പറഞ്ഞു, യാ റബ്ബി ഇൻ ആലുമതു ദുനൂബി കസുറ വലഖദ് അലിംതു ബിഅന്ന അഫ്വക അളമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു. കവി ചോദിക്കുന്നത് എന്താണ്? അല്ലാഹുവേ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു, പക്ഷേ നീ അതിരറ്റ് മാപ്പ് നൽകുന്നവനാണ്, നീ തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല ആളുകളാണ്, എല്ലാവരും സന്മാർഗത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്, നിന്നിലേക്ക് അടുക്കുന്നതും നിന്നെ അവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു, കുറ്റവാളികളും അധർമ്മകാരികളുമായ ആളുകൾ പിന്നെ ആരെയാണ് സമീപിക്കുക? അവരുടെ പാപമോചനത്തിന്, അവരുടെ പശ്ചാത്താപത്തിന് ആരെയാണ് സമീപിക്കുക എന്ന് കവി ചോദിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾക്കറിയാം, ഇസ്ലാം ഒരു കാര്യം ഊന്നിപ്പറയുകയാണ്. ഇസ്ലാം പറയുന്ന ഒരു കാര്യം, തൗബ സ്വീകരിക്കുവാനും നമ്മൾക്ക് പശ്ചാത്താപം നൽകുവാനും അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. കാരണം അവനാണ് മനുഷ്യരുടെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനിലേക്കാണ് തൗബ നടത്തേണ്ടത്, അവനോടാണ് പശ്ചാത്തപിക്കേണ്ടത്. ഇതര മതങ്ങളിൽ കാണുന്നത് പോലെ ഇസ്ലാമിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് ക്രിസ്തു മതത്തിൽ പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീസസ് കുരിശുമരണം വരിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ പാപം ചെയ്താൽ, അവൻ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ, അവന്റെ പാപങ്ങൾ പള്ളിയിലെ അച്ഛന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അവൻ പാപമുക്തനായി എന്നവർ വിശ്വസിക്കുന്നു. യഹൂദരുടെ വിശ്വാസവും ഇതിൽ നിന്ന് ഭിന്നമല്ല. അവർ വിശ്വസിക്കുന്നത് ദൈവമാകുന്ന യഹോവ ഒരിക്കൽ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വരികയും അവരുടെ ആദ്യ പിതാവായ യാക്കോബുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ദൈവം പരാജയപ്പെടുകയും ഗത്യന്തരമില്ലാതെ എല്ലാ യഹൂദരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് ആ ദൈവം യാക്കോബിന് വാക്കുകൊടുക്കുകയും ചെയ്തു. ഇന്ന് യഹൂദർ വിശ്വസിക്കുന്നത് എല്ലാ യഹൂദരും, ഒരാൾ യഹൂദിയായി കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതര മതങ്ങളിൽ വേറെയും മതങ്ങളുണ്ട്. നമ്മൾക്കറിയാം, ഇന്ത്യ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട മതമാണ് സിഖ് മതം. ആ സിഖ് മതത്തിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. 1993 നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഒരു മുൻ കേന്ദ്രമന്ത്രി, അയാൾ ചെയ്തൊരു പാപത്തിന്റെ ഫലമായിട്ട് ആ പഞ്ചമഹാപുരോഹിതന്മാർ അയാൾക്ക് വിധിച്ച ശിക്ഷ എന്തായിരുന്നു? ദീർഘമായ 59 ദിവസത്തെ മഹാപാപി എന്നെഴുതിയ ഒരു ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് പ്രധാന ഗുരുദ്വാരകളിലും സുവർണ ക്ഷേത്രത്തിലും അയാൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ബോർഡ് തന്റെ കഴുത്തിൽ തൂക്കിക്കൊണ്ട് അയാൾ പ്രവർത്തിക്കുവാനായിരുന്നു ആ പഞ്ചമഹാപുരോഹിതന്മാർ അയാളോട് നിഷ്കർഷിച്ചത്. ഇതാണ് ഇതര മതങ്ങളിൽ നമ്മൾക്ക് കാണുന്നത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹു അല്ലാത്തവരോട് തൗബ ചെയ്യുന്നതായി കാണാൻ കഴിയും. നമ്മൾക്കറിയാം, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ചില ബൈത്തുകളും ചില പാട്ടുകളും പാടിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തൗബ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന് വേണ്ടി അപേക്ഷിക്കുന്നതായി കാണാം.
അതായത് അവർ പറയുന്നത് ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അവർ പറയുന്നത് എന്താ? ഇർതകബ്തു അലൽ ഖത, നബിയെ പാപമാകുന്ന വാഹനത്തിൽ തന്നെ അത്രയധികം പാപങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കണക്കറ്റ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന എനിക്ക് അങ്ങ് പുറത്തു തരണമേ എന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ഇസ്തിഗ്ഫാറിന് വേണ്ടി അതേപോലെ തന്നെ തൗബക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപങ്ങളെ പൊറുക്കാൻ ആരാണുള്ളത് എന്ന്, ഏത് ശക്തിയാണുള്ളത്, ഏത് വ്യക്തിയാണുള്ളത്? വളരെ വ്യക്തമാണ് കാര്യം. വിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായിട്ടും അല്ലാഹു മാത്രമാണ് പാപങ്ങളെ പൊറുക്കുവാനും മനുഷ്യന്റെ തിന്മകളെ ഏറ്റെടുക്കുവാനും അവനെ സുരക്ഷിതരാക്കുവാനും കഴിവുള്ളവൻ അവരുടെ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ അല്ലാഹുവിലേക്ക് മാത്രമാണ് തിരിയേണ്ടത്, ആ അല്ലാഹുവിനോട് മാത്രമാണ് പശ്ചാത്തപിക്കേണ്ടത് എന്നാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനും പാപം പൊറുക്കലിനും വേണ്ടി നിങ്ങൾ തേടിക്കൊള്ളുക, അവനിലേക്ക് തൗബ ചെയ്യുക. കാരണം പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതേപോലെ തന്നെ ഒരാൾ തൗബ ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്, 3 നിബന്ധനകൾ അയാൾ പാലിക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒന്നാമതായി, ഒരാൾ തൗബ ചെയ്യുമ്പോൾ ആ തൗബയിൽ അയാൾക്ക് അതിയായ, ആ ചെയ്തു പോയ പാപത്തിൽ അതിയായ ഖേദമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അയാൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പേരിൽ അയാൾക്ക് അതിയായ ഖേദമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതേപോലെ തന്നെ ആ ഖേദം താൽക്കാലികമാകാൻ പാടില്ല, അങ്ങേയറ്റത്തെ ഖേദം. രണ്ടാമതായി, അയാൾ ആ പാപത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറുക എന്നുള്ളതാണ്. പിന്നെ ആ പാപത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് വളരെ അഗാധമായി ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. മൂന്നാമതായിട്ട്, ആ പാപത്തിലേക്ക് ഒരിക്കലും തന്നെ പിന്നെ മടങ്ങിപ്പോകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്, വലം യുസിറു അലാ മാ ഫഅലു, അവർ പ്രവർത്തിച്ചതിൽ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മടങ്ങി വരികയാണ്. അതവരുടെ വിനയമാണ്, അതവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ തീർച്ചയായിട്ടും തൗബ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത, ആ തൗബ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തൗബക്ക് ഒരുപാട് ഫലങ്ങളുണ്ട്, ഒരുപാട് ഫവായിദുകളുണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ കഷ്ടപ്പാടുകളും ക്ഷാമവും ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞു, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിക്കും, നിങ്ങൾക്ക് സന്താനപുഷ്ടി ഉണ്ടാക്കി തരും, മാത്രമല്ല നിങ്ങൾക്ക് സമ്പത്തും നൽകും, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമ്മൾക്ക് നൽകും എന്ന് അദ്ദേഹം അവരോട് പറയുകയാണ്. കാരണം മനുഷ്യർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരു ഫലം, അതല്ലെങ്കിൽ മറ്റൊരു ഗുണമായി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, ഒരു സമൂഹം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ഒരു സമൂഹം തൗബ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു ആ സമൂഹത്തെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ആ പരീക്ഷണങ്ങൾ നമുക്ക് രക്ഷ ലഭിക്കാൻ, എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനം ലഭിക്കാൻ, എല്ലാവിധ അല്ലാഹുവിന്റെ ആ ക്ഷാമവും അതേപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷയും സമാധാനവും ലഭിക്കുവാൻ നമ്മൾ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. അങ്ങനെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കി തരും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ താബ ഖബ്ല അൻ തത്ലു അശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ മുമ്പായി ഒരാൾ തൗബ ചെയ്താൽ തീർച്ചയായിട്ടും താബല്ലാഹു അലൈഹി, അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയും അയാൾക്ക് അല്ലാഹു പശ്ചാത്താപം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് നമ്മളിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾക്ക് നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തുക. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി മാറുക. അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ